റോഡില്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി. അവിടുന്ന് 5 ജീവൻ പോയി. ആ രണ്ടാമത്തെ പൊട്ടലിൽ അവരെ ജീവൻ എടുത്തത്. പിന്നെ ഇവിടെ വീടുണ്ടായിരുന്നു. അതൊക്കെ ഫസ്റ്റ് പൊട്ടലിൽ തന്നെ ഇവിടുത്തെ 2 പേര്, ആ വീട്ടിൽ 2 പേര്, പിന്നെ ഇവിടെയൊക്കെ വീടുകളായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഒരു കുടുംബത്തിലെ 4 പേര്, അവരൊക്കെ ഉയരെടുത്ത് കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ എത്ര ഓടിയിട്ടും ഞങ്ങൾക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു എത്തിപ്പെടാൻ. 15 വീട്ടിൽ അവശേഷിക്കുന്ന ഈ 3 വീട് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ പോയി. പക്ഷെ എൻ്റെ മോളെ കാണിച്ച ആ ഒരു ധൈര്യമാണ് കേട്ടോ ഞങ്ങളിന്ന് ജീവിക്കാൻ കാരണം. ഈ ഓടുന്ന ഓട്ടത്തിലില്ലേ, നമുക്ക് കണ്ണ് കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ലായിരുന്നു, ചെടികളൊന്നും നമുക്ക് കണ്ടില്ല. ഞാനൊക്കെ മരത്ത് പോയി ഇടിച്ചിട്ട് തെറിച്ച് വീണ് ഉരുണ്ടൊക്കെ പോയിട്ടുണ്ട് ആ കുന്ന് കയറുന്ന സമയത്ത്. ഇതൊരു വീടായിരുന്നു കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടാകുന്ന രാത്രി വരെ. ഇന്ന് അവശേഷിക്കുന്നത് ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. വീട്ടുടമസ്ഥരായ കിഷോറും സരിതയും നമ്മളോടൊപ്പമുണ്ട്. ആദ്യമാണല്ലേ ദുരന്തത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നത്? അതെ, ഇന്നാണ് വരുന്നത്. വരണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഇന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. പിന്നെ എന്താ പറയുക, കുഞ്ഞു വീടാണെങ്കിലും നമ്മളൊരു സ്വർഗ്ഗമായിരുന്നു അത്. പിന്നെ ഞങ്ങളൊരു 10-15 കുടുംബം ഈ ഒരു ഐശ്വര്യ നഗർ എന്ന് പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ ഈ ഒരു 15 കുടുംബം ഇവിടെ ഒരു കൂട്ടായ്മയിൽ കഴിയായിരുന്നു. അവിടെ നിന്നാണ് 13 പേരെ ദൈവം ഇങ്ങനെ ഈ ഉരുൾപൊട്ടലിൽ കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾ കൈനാട്ടി പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ അങ്ങോട്ടേക്ക് മാറ്റിയതാണ്. 8,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. സർക്കാരിൽ 6,000 രൂപ കിട്ടിയിട്ടില്ല, കിട്ടുന്ന പറയുന്നത്. 10 സഹായമായിട്ട് ആദ്യം കിട്ടിയിട്ടുണ്ട്. അത് ഡെപ്പോസിറ്റ് ആയിട്ട് പോയിരിക്കുന്നു. 20,000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാസം എടുത്തിരിക്കുന്ന വീടിന് വാടക 8,000 രൂപ. അതിൻ്റെ മേലേക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളത്തിൻ്റെ അടയ്ക്കണം. 2,000 രൂപ കയ്യിൽ നിന്ന് കണ്ടെത്തണം. ഇതൊരു വീടായിരുന്നു, നമ്മൾ ഐശ്വര്യ നഗർ എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയിലുള്ള ഒരു വീടായിരുന്നു ഇത്. 10-15 വീട്ടിലൊരു വീട്. അതിൽ ഞങ്ങൾ എല്ലാവരും അവിടെ കയറി നിന്നാൽ അതിൽ 2 ജീവൻ പോയിട്ടുണ്ട്. ആ 2 ജീവൻ പോകൂലായിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഒരു ദുരന്തമാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ഈ വീട്ടിലേക്ക് പോയി. അവിടുന്ന് അവരെ ആ രണ്ടാമത്തെ പൊട്ടലിൽ അവരെ ജീവൻ എടുത്തത്. പിന്നെ ഇവിടെ വീടുണ്ടായിരുന്നു. അതൊക്കെ ഫസ്റ്റ് പൊട്ടലിൽ തന്നെ ഇവിടുത്തെ 2 പേര്, ആ വീട്ടിൽ 2 പേര്, പിന്നെ ഇവിടെയൊക്കെ വീടുകളായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഒരു കുടുംബത്തിലെ 4 പേര്, അവരൊക്കെ ഉയരെടുത്ത് കൊണ്ടുപോയി. പിന്നെ ഇത് നമ്മളെ അയൽവാസിൻ്റെ വീടായിരുന്നു. ഇവിടെയൊക്കെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എല്ലാവരും ആ സമയത്ത് അതല്ലല്ലോ ഓർത്തത്. എല്ലാവരും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേരെ റോഡ് മാർഗം പോകാൻ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴാണ് ഇവിടേക്ക് ഇതിൻ്റെ മുകളിൽ കയറിയത്. റോഡില്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി. അവിടുന്ന് 5 ജീവൻ പോയി. ഈ വീട്ടിൽ നിന്ന് 5 ജീവൻ പോയത്. ഈ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറകെ കൂടെ ഓടി. ഞങ്ങൾ മുന്നിലൂടെ ഇത് വരുന്നുണ്ടപ്പോൾ ഞങ്ങൾ പുറകെ ആദ്യം 4 പേരും കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് ഇപ്പോൾ പോകുകയാണെങ്കിൽ ഒരുമിച്ച് പോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ കിഷോറേട്ടൻ തന്നെ പറഞ്ഞാൽ നമുക്ക് പുറകെ കൂടെ പോകാറിന്. അങ്ങനെ പുറകെ കൂടെ പോയിട്ട് ഈ ഭാഗത്തുനിന്ന് വെള്ളം തിര പോലെ അങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ നിന്ന് വരികയായിരുന്നു. ഇങ്ങനെ വന്നിട്ട് അടിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. ആ 2 നില വീട്ടിലേക്ക് കാണുന്ന ഇവിടെ നിന്ന് തിര വരുന്നത്. അങ്ങനെ ഞങ്ങൾ വേക്കം കൂടെ ഇറങ്ങി ഓടിയതാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ അടുത്തടുത്ത് പോലെ തോന്നുക. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലേ, അടുത്തടുത്ത് പോലെ തോന്നുക. ഞങ്ങൾക്ക് ഓടുമ്പോ എത്തുന്നേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോ എത്ര ഓടിയിട്ടും ഞങ്ങൾക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു എത്തിപ്പെടാൻ റോട്ടിലേക്കൊന്നും. ഇപ്പൊ ഇങ്ങനെയൊക്കെ മതിലൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് കാപ്പി. ഞങ്ങൾ ആ വീട്ടിലേക്കാണ് ആദ്യം കയറുന്നത്. അവിടെ നിന്നാണ് അതിന് ശേഷം ഞങ്ങൾ അതിന് മക്കള് കരയാൻ തുടങ്ങി. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു. അങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ഇന്നത്തെ കയറുന്ന തുടങ്ങുമ്പോഴാണ് ഈ രണ്ടാമത്തെ പൊട്ടി വരുന്നത്. മക്കൾ എല്ലാം കണ്ടിട്ടാണ്. അത് മക്കൾ ഈ കാര്യം പറയാൻ വിടുന്നില്ല. എപ്പോഴും ഈ ഉരുൾപൊട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളത് പറയും മിണ്ടരുതെന്ന് പറയും.
അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല. എപ്പോഴും കേൾക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ. അവരിത് കണ്ടിട്ടാണ് ഓടുന്നത്. പക്ഷെ എൻ്റെ മോള് കാണിച്ച ആ ഒരു ധൈര്യമാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ കാരണം. മോള് വാശി പിടിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നേനെ. മോള് കരഞ്ഞ് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ മോള് 1:45 വരെ മോൾ ഉറങ്ങിയിട്ടില്ല. ആ മോളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. സാധാരണ നമ്മൾ ഒച്ച ഉണ്ടാക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല മോൾ ഇത്ര മണി ഇങ്ങനെ നിൽക്കുന്നത്. രാത്രി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവളാണ് വിളിച്ചറിയിച്ചത് ഞങ്ങളെ. അവിടെ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സൗണ്ടും ഹെലികോപ്റ്ററും ഒന്നുമല്ല, ഹെലികോപ്റ്ററിനെ കാട്ടി ഭയാനമായ സൗണ്ടായിരുന്നത്. വാല് തുറന്ന് നോക്കുമ്പോൾ ഈ തിരങ്ങനെ കയറി വരുന്നു. ഈ ഓടുന്ന ഓട്ടത്തിലില്ലേ നമുക്ക് കണ്ണ് കാണുന്നില്ല, ഇതൊന്നും കാണുന്നില്ലായിരുന്നു. ചെടികളൊന്നും നമുക്ക് കണ്ടില്ല. ഞാനൊക്കെ മരത്ത് പോയി ഇടിച്ചിട്ട് തെറിച്ച് വീണ് ഉരുണ്ടൊക്കെ പോയിട്ടുണ്ട് ആ കുന്ന് കയറുന്ന സമയത്ത്. പക്ഷേ ഈ പൊട്ടി വരുന്നത് ഭയങ്കര വെളിച്ചം. ഈ പാറയൊക്കെ ഇങ്ങനെ പറന്ന് വരിക, ആരൊക്കെയോ പറക്കുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഇവിടെ തേയിലത്തോട്ടത്തിലൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലോ, ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവര്. അവരെ കുറിച്ചൊക്കെ എത്ര പേരുണ്ടായിരിക്കും? അവരൊക്കെ പാടിയുള്ള താമസിക്കുന്ന മുണ്ടക്കായി പാടിയുള്ള. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒക്കെ എസ്റ്റേറ്റ് തൊഴിലാളികൾ. ഈ കുറഞ്ഞ ഈ 2 നിലയൊക്കെ ഉള്ളതൊക്കെ അത്യാവശ്യം ഉള്ളവരത്. ഞങ്ങളെപ്പോലുള്ളവരതൊക്കെ ഈ എസ്റ്റേറ്റ് പണിയെടുത്ത് ആ മക്കളെയും കെട്ടിച്ച് പഠിപ്പിച്ച് മക്കളെ കെട്ടിച്ച് വിട്ട് തുച്ഛമായ ബാക്കി പൈസ കൊണ്ട് കെട്ടുന്ന വീടുകളാണ് ഇങ്ങനത്തെയൊക്കെ വീടുകൾ. അതുകൊണ്ട് 5 സെൻറ്റ് വീടുകൾ അത്രയേ ഉള്ളൂ എടുക്കാൻ പറ്റുള്ളവർക്ക്. അങ്ങനെ സ്വരുക്കൂട്ടി വെച്ച വീടുകളായിരുന്നു ഇപ്പോൾ ഒക്കെ പോയത്. ഈ 4 ലക്ഷം പറഞ്ഞില്ലേ, ആ വീട് അവിടെ ഉണ്ടായിരുന്നു. 4 ലക്ഷം അവർ ഈ വീട് വിറ്റിട്ട് വേറെ പോയി എടുക്കാന്നുള്ള ഇതിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച പൈസ ആയിരുന്നത്. ഈ വീട് വിറ്റിട്ട് അവർ പോകാൻ നിന്നതാണ്. അവര് പോയി, രണ്ടുപേരും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ വീട്ടിൽ. തന്നെ പോയി ആദ്യം ഉരുൾപൊട്ടിയില്ലേ, അതിൽ തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അവരെ സൗണ്ട് കേട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ 15 വീട്ടിൽ അവശേഷിക്കുന്ന ഈ 3 വീട് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ പോയി. ഒരു കുടുംബത്തിലെ 4 പേര്, അച്ഛൻ, അമ്മ, മോന്, അമ്മ. അതവിടെ ഇവിടെ ഇരുന്ന് ഈ പാറേൻ്റെ അപ്പുറത്തായിരുന്നു അവരുണ്ടായിരുന്നേ. അവർ 4 പേരും പോയി. തലേന്ന് വിളിച്ചിട്ട് അവർ വന്നില്ല, അന്ന് മാറാൻ പറഞ്ഞിട്ട് അവർ മാറിയില്ല. ആ മോനെ വിചാരിച്ചെങ്കിൽ മാറിയാൽ മതിയായിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായ ഒരു മോനായിരുന്നു അത്. ഇവിടെ നിന്നാണ് അവർ പോയത്. ഈ റംലയും അസറപ്പും പറഞ്ഞു, ഈ 4 ലക്ഷം പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്താണ് പ്രേമേച്ചി. അവരും ഇതുപോലെ അവരും പോയി. അവരെ മോനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, മരുമോളും ജീവിച്ചു. മരുമോളും അമ്മയും അമ്മമ്മയാണ് ഈ വീട്ടിൽ നിന്ന് പോയത്. അവരിവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് അവള് ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഈ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ പുഴ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ ഓടിയിട്ടാണ് ഈ നീതുവിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് വരില്ല, ഇങ്ങനെ വരുന്നത് ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നാണ് അവളുടെ അമ്മ. അവര് റോഡ് മാർഗം രക്ഷപ്പെടാവർട്ട വന്നേ. പക്ഷെ അപ്പയ്ക്ക് റോഡൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ പൊട്ടൽ തന്നെ റോഡ് എല്ലാം പോയിക്കണേ. ഈ വീടിൻ്റെ അവർ രക്ഷപ്പെടാൻ വന്ന ഈ വീടിൻ്റെ മുന്നിലൊക്കെ ഫുള്ള് ചെളിയും പിന്നെ മരങ്ങളും ആയിരുന്നു. അവർക്ക് ഒരു കാരണവശാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അതിലാ നീതു വിളിച്ചു പറഞ്ഞത് അവരെയൊക്കെ. പിന്നെ ആ രണ്ടാമത്തെ വരുമ്പോഴേക്കും അവരിവിടുന്ന് സാരി എടുത്തിട്ട് പരസ്പരം കെട്ടിക്കെട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഇന്ന വഴി കൂടെ രക്ഷപ്പെടണം പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ അവര് വിചാരിച്ചു രണ്ടാമത്തെ പൊട്ടി വരും, ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. പ്രതീക്ഷിച്ചില്ല. അവര് ചായക്ക് വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്തിരിക്കുന്നേ. അവര് പ്രതീക്ഷിച്ചില്ല. വിചാരിച്ചില്ല. നമ്മളും വിചാരിച്ചിട്ടില്ല. മരിക്കാൻ കാരണം അതാണ്, വിചാരിച്ചിട്ടില്ല. രണ്ടാമത്തെ തട്ടിന്റെ മേലൊക്കെ കയറി നിന്നവരാ രക്ഷപ്പെടാൻ 2ാം നിലയിലൊക്കെ. പക്ഷെ സംഗതി ഇങ്ങനെയായി. പക്ഷെ ഉറക്കത്തിൽപ്പെട്ടവരൊന്നല്ല. സരിതയൊക്കെ നല്ല പിന്നെ ഉണർന്നിരിക്കുകയായിരുന്നു. അവളെ ലാസ്റ്റ് സീൻ നോക്കിയപ്പോൾ 1:40. അവരപ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടായില്ല. അവളെ ബോഡി പോലും കിട്ടിയില്ല. അതൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരായിരുന്നു അവരൊക്കെ. ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഞാൻ 14 വർഷമായിട്ട് സ്ഥിരമായിട്ട് ADS ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗം എന്ന് പറയുമ്പോൾ 12ാം വാർഡിലെ സ്കൂൾ റോഡ് ഭാഗമാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഭാഗം. എല്ലാവരും എനിക്കറിയാം, ഈ പോയവരെയും എല്ലാവരും. ഇവിടെ ഓരോ വീടുകളും എല്ലാം എനിക്കറിയാം. അവരൊക്കെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല. രണ്ടാമത്തെ പൊട്ട് ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത്ര മരണം ഉണ്ടായത്. അപ്പൊ എല്ലാരും വിചാരിച്ചു 2ാം നില കയറിയാല് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറിയിരുന്നെങ്കിൽ ഇത്രയും തീവ്രത മരണസംഖ്യ കുറയുമായിരുന്നു. അവര് മാറി. പക്ഷെ 1ാം നിലയില്
നിന്നവര് കയറി നിന്നിട്ട് വീട് അടിയോടെ പോയത്. ഞങ്ങളും അങ്ങനെ ഒരു വീടിന്റെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവം ആയുസുള്ളത് കൊണ്ട് ഞങ്ങളുടെ ആ നിന്ന ഈ ഒരു ഭാഗല്ലേ, ഈ ഒരു ഭാഗത്തെ വീടുകള് അത്രയും വീടുകൾ പോയിട്ടില്ല, അത്രയും വീടുകളുണ്ട്. ഇവര് നിന്ന ആ വീട് മുതൽ ഇവിടം വരെയുള്ള വീടുകളുണ്ട്. പക്ഷെ എല്ലാരും വിചാരിച്ചത് എന്താന്ന്, ആദ്യത്തെ പൊട്ടൽ വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് ഓടി. ഇങ്ങോട്ട് ഓടുന്ന ആ ഭാഗത്തായതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ടേക്ക് റോഡിലേക്ക് ഓടി കയറി. അതായത് വെള്ളം ഇങ്ങോട്ട് ഉരുൾപൊട്ടി വരില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. അതെ അതെ അതെ. രണ്ടാമത്തെ പൊട്ട് അല്ല, ഒന്നാമത്തെ പൊട്ട് വന്നിരുന്നു, പക്ഷെ വലിയതായിട്ടില്ല, മരങ്ങളൊക്കെ വന്ന് തങ്ങിയെന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ പൊട്ടിലാണ് ഈ പാറകളൊക്കെ വന്നത്. ഇതില്ലായിരുന്നു, ഞങ്ങൾ ഓടുമ്പോൾ ഇതൊന്നും ഇല്ല. അതിന് രണ്ടാമത്തെ പൊട്ടിലാണ് ഈ പാറകളൊക്കെ വന്നിരിക്കുന്നത്. പാറ ഇതൊക്കെ ഈ ഏരിയ മൊത്തം പോയത് രണ്ടാമത്തെ പൊട്ടിൽ.